തിരുവനന്തപുരം മാർവേനീസ് കോളേജിന് തൊട്ടടുത്തായിട്ട് നിങ്ങൾ പ്രോപ്പർട്ടി നോക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ഈ ഒരു ലൊക്കേഷനിൽ വീടായിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ MC റോഡ് അരികത്ത് മാർവേനീസ് കോളേജിൻ്റെ തൊട്ടടുത്തായിട്ടൊക്കെ വീടായിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വില ഞാൻ പറയേണ്ടത് തന്നെ അറിയാം. നമുക്കിവിടെ ഒരു 2 BHK ഫ്ലാറ്റ് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുത്തൻ ഫ്ലാറ്റ് എന്ന് തന്നെ പറയാം. 2022 കൈമാറിയതാണ്. പക്ഷേ ഇതുവരെയ്ക്ക് ഓക്കുപ്പൈ ചെയ്തിട്ടില്ല, ഇൻറ്റീരിയർ വർക്ക് ഒന്നും ചെയ്തിട്ടില്ല. ആസ് ഇറ്റ് ഈസ് ബിൽഡറിൻ്റെ നിന്ന് എങ്ങനെ വാങ്ങിയിട്ടുണ്ടോ അതുപോലെ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഇൻറ്റീരിയറൊക്കെ ചെയ്ത് ഫിനിഷ് ചെയ്ത് നല്ലൊരു പ്രൈസിന് നിങ്ങൾക്ക് വാങ്ങിയെടുക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടി. നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ദേ കാണുന്നുണ്ടോ, നമ്മുടെ MC റോഡിൽ ആംസെറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്, അതിൻ്റെ അടുത്തൂടെ കാണുന്ന വഴി. ഇത് നേരെ KJK ഹോസ്പിറ്റലൊക്കെ പോകുന്ന വഴിയാണ്. ആ റോഡിങ്ങനെ ജസ്റ്റ് കയറുമ്പം തന്നെ റൈറ്റ് സൈഡിലായിട്ട് SI പ്രോപ്പർട്ടിയുടെ ഈ ഒരു ഫ്ലാറ്റ് സമുച്ചയം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ 8ാമത്തെ നിലയിൽ, അതായത് ഫ്ലാറ്റ് നമ്പർ 8A ആണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത്. നേരിട്ട് ഉടമയായിട്ടുള്ള ഡീലാണ്. എങ്ങനെയാ വെച്ചാൽ തിരുവനന്തപുരത്ത് എഡ്യൂക്കേഷണൽ ഹബ് എന്നറിയപ്പെടുന്ന നാലാഞ്ചിറയുടെ ഏറ്റവും പ്രൈം ലൊക്കേഷനിൽ നമുക്കിവിടെ നിന്ന് MCയിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ MC റോഡായി. ആ രീതിയിൽ ആക്സസ് വരുന്ന ലൊക്കേഷനിലാണ് പ്രോപ്പർട്ടി ഉള്ളത്. ടോട്ടലായിട്ട് 1340 സ്ക്വയർ ഫീറ്റ് വരുന്ന 2 BHK ഫ്ലാറ്റ് ആണ്. ബാക്കി വിഷൻസ് കാണാം. താഴെ നമ്മുടെ ലോഞ്ച് ഏരിയയിൽ നിന്ന് ലിഫ്റ്റ് കയറി വരുമ്പോഴത്തേക്കും ഈ കാണുന്ന പോലെയാണ് നമ്മുടെ ഫ്ലാറ്റിൻ്റെ എൻട്രൻസ്. ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു സ്പേസ് കിട്ടുന്നുണ്ട് കേട്ടോ. അതായത് നമുക്കൊന്ന് പുറത്തിറങ്ങി ഒന്ന് റിലാക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊരു സ്പേസ് നമ്മുടെ ഫ്ലാറ്റിൻ്റെ മുൻവശത്ത് തന്നെ കിട്ടും. ഈ ഒരു ഇതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്കിതാ ഈ കാണുന്ന പോലെ ബെഡ്റൂംസ് വന്നിട്ട് ഇങ്ങനെ ഒരേ ലൈനിലാണ്. ബെഡ്റൂം, ഈ ഒരു കോമൺ സ്പേസ്, കിച്ചൺ, ഇതേ ആ കാണുന്ന ബെഡ്റൂം, ഇതിലെല്ലാത്തിൽ നിന്ന് നമുക്കൊരു ബാൽക്കണി ഏരിയയിലേക്ക് ആക്സസ് കിട്ടും. അപ്പോൾ ഈ കാണുന്ന പോലെ ഇങ്ങനെ ഒരു കോമൺ സ്പേസ് വരും. ഈ കോമൺ സ്പേസിൽ നിന്ന് നമുക്കിതാ ഇങ്ങനെ വലിയൊരു ബാൽക്കണി ഏരിയയിലേക്ക് ആക്സസ് ഉണ്ട്. ഈ ഭാഗത്തായിട്ട് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം വരുന്നുണ്ട്. ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ ഒരു ബാൽക്കണിയിലേക്ക് ആക്സസ് കിട്ടും. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ വരുന്നത് ജാഗ്വാർ പോലെ പ്രീമിയം ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്കിതാ ഈ ഒരു ഏരിയയിലായിട്ട് നമ്മുടെ TV യൂണിറ്റിന്റെ വർക്ക് ചെയ്തെടുക്കാവുന്നതാണ്. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡൈനിങ്, ഇവിടെ നമുക്ക് സോഫാസ് ഒക്കെ അറേഞ്ച് ചെയ്ത് അവിടെ TV യൂണിറ്റ് സെറ്റ് ചെയ്യാം. ഈ ഭാഗത്തായിട്ട് നമ്മുടെ കിച്ചൺ വരുന്നത് ഇതുപോലെ ഒരു ഓപ്പൺ കൗണ്ടർ കിച്ചൺ ആണ്. ഇവിടെ നിന്ന് ഈസിലി നമുക്ക് അങ്ങോട്ടേക്ക് സെർവ് ചെയ്യാവുന്ന രീതിയിൽ നല്ല അടിപൊളി ഒരു ഓപ്പൺ കൗണ്ടർ കിച്ചൺ വരും. ഇവിടെ നിന്ന് നമ്മുടെ ബാൽക്കണിയിലേക്ക് വീണ്ടും ആക്സസ് വരുന്നുണ്ട്. എങ്ങനെയാ വെച്ചാൽ 8th ഫ്ലോർ വരേക്കുമാണ് നമുക്ക് ഈ രീതിയിൽ ബാൽക്കണിയിലേക്ക് ആക്സസ് വരുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്കുകൾ നിങ്ങൾക്ക് ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. അതിപ്പോൾ ഫ്ലാറ്റ് എവിടെ എടുത്താലും അങ്ങനെ തന്നെയാണ്. ഫ്ലാറ്റിന് ഇൻറ്റീരിയർ വർക്ക് ഇല്ലാണ്ടായിരിക്കും, അതായത് വിത്തൗട്ട് ഇൻറ്റീരിയേഴ്സ് ആയിരിക്കും നമുക്ക് എപ്പോഴും അവർ കൈമാറുന്നത്. ബാക്കിയുള്ളവർക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്തെടുക്കാം. ഇതിനകത്ത് ഇപ്പോൾ ഒരു കട്ടിൽ നമുക്ക് ഇതിനകത്ത് ഓൾറെഡി വാങ്ങിയിട്ടിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടൊക്കെ നമുക്ക് കബോർഡ് വർക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഇത് മാസ്റ്റർ ബെഡ്റൂമാണ്. അതിനനുസരിച്ചിട്ടുള്ള സൈസ് നമുക്ക് കാണാൻ സാധിക്കും. ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ സിമിലർ ആണ് കേട്ടോ. ജാഗ്വാറിന്റെ ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്കൊരു ഡ്രസ്സിംഗ് ഏരിയ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഭാഗത്ത് നമുക്ക് വലിയൊരു കബോർഡ് തന്നെ ചെയ്തെടുക്കാവുന്ന രീതിയിൽ ഈ ഡ്രസ്സിംഗ് ഏരിയ ഉപയോഗപ്പെടുത്താം. പ്രോപ്പർട്ടിക്ക് ഒത്തിരിയധികം കോമൺ അമ്യൂണിറ്റീസ് വരുന്നുണ്ട്. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ തന്നെ ഇൻഡോർ പ്ലേ ഏരിയ വരുന്നുണ്ട്. അവിടെ നമുക്ക് ടേബിൾ ടെന്നീസോ അങ്ങനെയൊക്കെയുള്ള ഒരു ഇൻഡോർ പ്ലേ ഏരിയ വരുന്നുണ്ട്. പിന്നെ കോൺഫറൻസ് ഹാള്, ജിമ്മ്, നമുക്ക് ചിൽഡ്രൻസ് പ്ലേ ഏരിയ തുടങ്ങിയ കോമൺ ആയിട്ടുള്ള ഫെസിലിറ്റീസ് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഒരു മേജർ എന്ന് പറയുന്ന കാര്യം ഇതിന്റെ ഒരു ലൊക്കേഷനാണ് കേട്ടോ. ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്ന ലൊക്കേഷനാണ്. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ കേശവദാസപുരം ജംഗ്ഷൻ തൊട്ടടുത്താണ്. ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ മാർവേനീസിന്റെ മെയിൻ ഗേറ്റ് വരും. ആ രീതിയിൽ ഇമ്പോർട്ടൻസ് വരുന്ന, ലൊക്കേഷണൽ ഇമ്പോർട്ടൻസ് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയെ വിളിച്ചോ. ഇതിന് ഉദ്ദേശിക്കുന്ന വില പെർ സ്ക്വയർ ഫീറ്റ് 6500 രൂപയാണ്. ടോട്ടലായിട്ട് 1340 സ്ക്വയർ ഫീറ്റ് വരും. ഏകദേശം ഒരു 88 ലക്ഷം രൂപയാണ് കോസ്റ്റ് വരുന്നത്. നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ വീടിന്റെ പ്രൈസ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ഥലവില തന്നെ ഇപ്പം 16-20 ലക്ഷം ആ റേഞ്ചിലാണ് നമുക്ക് ഈ MC റോഡിൽ നിന്ന് ഇതുപോലെ കുറച്ചൊന്ന് അകത്തോട്ട് കയറി ഇതുപോലുള്ള പ്ലോട്ടൊക്കെ ചോദിക്കുന്ന വില. അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ നല്ലൊരു ബജറ്റിന് ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കി എടുക്കാൻ സാധിക്കും. താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ചോ. ഉദ്ദേശിക്കുന്ന വില സ്ക്വയർ ഫീറ്റിന് 6500 രൂപയാണ്.